ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്തോനേഷ്യയിലെ വലിയ മുസ്ലിം പള്ളി സന്ദർശിക്കുന്നതിനെ ചൊല്ലി ഭീകരവാദികൾ വധശ്രമം നടന്നുവെന്ന വാർത്ത 7 പേർ ഇപ്പോൾ അറസ്റ്റിലായി. മാർപ്പാപ്പയും വലിയ ഇമാം നസറുദ്ദീൻ ഉമറും മുസ്ലിം പള്ളിയിൽ പരസ്പരം ചുംബിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്ത സംഭവം ഓർത്തെടുത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. വിശദാംശങ്ങൾ പറയൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നേരെ വധശ്രമം നടന്നതിൻ്റെ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ഒരുപക്ഷെ വധശ്രമത്തെക്കുറിച്ച് പറയുന്നതിനും മുൻപേ എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം ഇന്തോനേഷ്യയിൽ നടന്നതാണ്. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു രാജ്യമാണ്. 27 കോടി ഇസ്ലാം മത വിശ്വാസികളാണ് അവിടെ ഉള്ളത്. 28 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ, 80 ലക്ഷമാണ് അവിടുത്തെ ക്രിസ്ത്യാനികൾ. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സഭയായിട്ടുള്ള കത്തോലിക്ക സഭയുടെ പരമാചാര്യൻ 140 കോടികളുടെ വിശ്വാസികളുടെ തലവനായിട്ടുള്ള മാർപ്പാപ്പ അവിടെ എത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് അവിടെ നൽകിയത്. അവിടുത്തെ ഏറ്റവും വലിയ പള്ളി ജക്കാർത്തയിലെ മുസ്ലിം പള്ളിയിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോയി. അവിടെ മുസ്ലിം ദേവാലയത്തിൽ അവിടുത്തെ വലിയ ഇമാം നസറുദ്ദീൻ ഉമർ അദ്ദേഹത്തെ നെറ്റിയിൽ ചുംബിച്ച് സ്വീകരിച്ചു. മാർപ്പാപ്പ നസറുദ്ദീൻ ഉമറിൻ്റെ കൈകളിൽ ചുംബിച്ചു. പിന്നീട് അവിടെ ഖുറാനും ബൈബിളും മുസ്ലിം ദേവാലയത്തിൽ വായിച്ചത് അന്ധ ബാലികയാണ്. ഈ തരത്തിൽ വളരെ മനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് ഇന്തോനേഷ്യ എന്ന ഏറ്റവും വലിയ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളുടെ രാജ്യത്ത് നിന്ന് വന്നത്. പക്ഷേ അത് തകർക്കാനുള്ളൊരു ശ്രമം നടന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വാർത്ത വരുന്നത്. പ്രത്യേകിച്ച് ഈ വലിയ പള്ളിയിൽ മാർപ്പാപ്പ സന്ദർശനം നടത്തുന്നതിനെ എതിർത്ത ചില ഭീകരവാദികളുടെ സംഘം മാർപ്പാപ്പയെ വധിക്കാൻ ശ്രമം നടത്തിയെന്ന വാർത്തയാണ് ഇന്തോനേഷ്യൻ മാധ്യമങ്ങളാണ് ഇത് ആദ്യം പുറത്തുവിട്ടത്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു. മാർപ്പാപ്പ അവിടെ സന്ദർശിക്കുന്നതിനിടയിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. 7 പേരും IS-ഉമായി ബന്ധമുള്ളവരാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതവും ക്രൈസ്തവ മതവും തമ്മിലുള്ള ഐക്യത്തെ എതിർക്കുന്ന അത്യന്ത ന്യൂനപക്ഷമായിട്ടുള്ള ഭീകരവാദികളുടെ ഒരു ശ്രമമാണ് പൊളിച്ചതായിട്ട് ഇന്തോനേഷ്യൻ പോലീസ് അവകാശപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരുടെ വീടുകളിൽ നിന്ന് ഡ്രോണുകൾ, അതുപോലെ തന്നെ അമ്പും ബില്ലും തുടങ്ങിയിട്ടുള്ളതൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ലഘുലേഖകൾ കണ്ടെടുത്തിരിക്കുന്നു. മാർപ്പാപ്പയെ വധിക്കാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്തോനേഷ്യൻ പോലീസ് ഇപ്പോഴേ പുറത്തുവിടുന്നുള്ളൂ. പ്രത്യേകിച്ച് മാർപ്പാപ്പ വന്ന സമയത്ത് 4000 സൈന്യവും പോലീസും 5 ലെയറായിട്ടുള്ള സെക്യൂരിറ്റി തീർത്താണ് ആരും അറിയാതെ ഈ സന്ദർശനം നടത്തിയത്. എന്ന് മാത്രമല്ല, മാർപ്പാപ്പ വരുന്നതിന് മുമ്പേ അദ്ദേഹം ഇറ്റലിയിൽ നടത്തിയൊരു സ്ഥലത്തും ഒരു തുർക്കി ബന്ധമുള്ള ഒരു വധശ്രമം നടന്നിരുന്നു. ഈ യാത്ര ക്യാൻസൽ ചെയ്യണമെന്നുള്ള വാദമുണ്ടായിരുന്നു. പക്ഷേ മാർപ്പാപ്പ സമ്മതിച്ചില്ല. നേരത്തെ ഇറാഖിലേക്ക് മാർപ്പാപ്പ സന്ദർശനം നടത്തിയപ്പോഴും വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മാർപ്പാപ്പ പറഞ്ഞു അവിടെ വധിക്കപ്പെടുകയാണെങ്കിൽ വധിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് വളരെ ധീരോദാത്തമായിട്ട് പോയ ആളാണ്. ഇന്തോനേഷ്യയിൽ ഇതായിരുന്നു സ്ഥിതി. പക്ഷേ അവിടുത്തെ വലിയ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള വൻ ഭൂരിപക്ഷം മാർപ്പാപ്പയെ വലിയ രീതിയിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇത് സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ 1981 മെയ് 13 മുഹമ്മദ് അലി അഗ എന്ന ഒരു ഭീകരൻ വധിക്കാൻ ശ്രമിക്കുകയും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അധികം പാപ്പ മൊബൈലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെടിയുതിർക്കുകയും 2 തവണ വയറ്റിൽ വെടികൊള്ളുകയും ചെയ്തു. മാർപ്പാപ്പ അന്തരിച്ചു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നതാണ്. പക്ഷേ മാർപ്പാപ്പ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് മുഹമ്മദ് അലി അഗയെ ജയിലിൽ പോയി സന്ദർശിച്ച് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ അതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പി ജെയിംസ്, പശ്ചിമേഷ്യയിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തക, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള ഈ സാമൂഹ്യ പ്രവർത്തക കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഒരു പക്ഷേ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് കഴിഞ്ഞ 10 ദിവസമായി ഇസ്രായേൽ സേന ഇരമ്പിക്കയറുകയായിരുന്നു. ഒരുപാട് പേർ വധിക്കപ്പെട്ടു. 40 പേർ, സാധാരണ അവിടെ അത്ര വലിയ സംഘർഷമുണ്ടെങ്കിലും വധിക്കപ്പെടാറില്ല. കാരണം ഗസയ്ക്ക് പുറത്തുള്ള പ്രദേശമാണ് ഇസ്രായേൽ പാലസ്തീൻ ബോർഡറിൽ. വെസ്റ്റ് ബാങ്കിൽ 36-നും 40-നും ഇടയ്ക്ക് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിനിടയിൽ അമേരിക്കയുടെ വളരെ പ്രശസ്തയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തക കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുന്നു. അമേരിക്കയുടെ നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തി അവിടെ 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ
വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബന്ദികൾ സംബന്ധിച്ച് അവർ വിട്ടുകിട്ടാൻ വെടിനിർത്തൽ വേണമെന്ന വാദം ഇപ്പോഴും ഉയരുന്നു. അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഖത്തർ, ഈജിപ്റ്റ്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് മധ്യസ്ഥരായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതുവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വഴങ്ങിയിട്ടില്ല. SKN. ഓക്കെ, താങ്ക് യു. വി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി BPA നാളെ കണ്ടുമുട്ടാം ഇതേ സമയം ഈ പരിപാടി.